അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയെ കൂടി പാടത്ത് വന്നാണ് കൂർക്ക പുഴക്കാൻ വന്നതാണ്. കൂർക്ക പുഴക്കുക പറഞ്ഞാൽ പുഴക്കാറായിട്ടില്ല, പുഴക്കി നോക്കാൻ വലിപ്പമായോ നോക്കാൻ വന്നതാണ്. ഇതാ കുറച്ച് പുഴക്കിയിട്ടുണ്ട് അമ്മ. ഇപ്പോൾ പുഴക്കിയെടുത്താണ്. വലിപ്പമായിട്ടില്ല, എന്നാലും 10 ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാവും. തൂക്കമൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് അമ്മ ഈ കൂർക്കിന് ഉപ്പേരി വെക്കാം അല്ലേ? ഓ ശരി, അപ്പൊ നോക്കാം. അപ്പൊ അമ്മന്റെ കൂർക്ക് ഉപ്പേരി കാണിച്ചു തരാം ഞങ്ങക്ക്. അമ്മ എന്താണ് കൂർക്ക് നേരെ വെക്കേ? അങ്ങനെയാണ് ഞമ്മ തൊണ്ട് കളിക്കുക. പണ്ടൊക്കെ ചാക്കിലിട്ട് തല്ലിയല്ലേ, ഇപ്പൊ അതങ്ങനെ കൊട്ട അമ്മന്റെ കൊട്ടയൊക്കെ കേട് വന്നു. നമുക്ക് കൊട്ട വാങ്ങിട്ട് വേണം. ഇതാ പുറത്താണ്, പൈപ്പ് ചോട്ടിലാണ്. അപ്പൊ ആദ്യം കൂർക്കൊന്ന് മണ്ണ് കഴുകി ബക്കറ്റിലിട്ട് ഒന്ന് കഴുകുക. കഴുകിയിട്ട് ഇതങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇതങ്ങനെ വരച്ചാ പളിച്ച നിൽക്കും. നമുക്കിനി നമ്മുടെ പിന്നെ ഫ്രഷാണ്, ഫ്രഷ് വലിച്ചത് കാര്യമാണ്. ഇതാ അപ്പൊ തന്നെ തൊലി പോയി. ഇതാ ഓക്കെ, നല്ല പാടുണ്ടാവും. കത്തിച്ച് വരേണ്ട പാടേ ഇല്ല, വൃത്തിയായി എളുപ്പമാണ് അല്ലേ മാ? ചിക്കനൊക്കെ ഇട്ട് വെച്ചാ സൂപ്പർ ആയിരിക്കും. വെക്കാം നമുക്ക് ഒരു ദിവസം ചിക്കൻ ഇട്ട് വെക്കാം, ചിക്കനും ബീഫൊക്കെ ഇട്ട് വെക്കാം. ഇപ്പൊ അമ്മ ഉപ്പേരി വെക്കുന്നു കേട്ടാ. ആ ശരി, അപ്പൊ നമുക്ക് ഉപ്പേരി എടുക്കണം, വീഡിയോ കാണിക്കാം. അമ്മ കൂർക്കുപ്പേരിന്റെ പണി എവിടെ വരെയായി? അമ്മ മുറിച്ചതാ, കഴുകി വാരി ഇതാത്തിരി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേകാൻ വെക്കുന്നു. അമ്മ കൂർക്കൊക്കെ ആ കൊട്ടയിൽ നേരേക്ക് ഇതാ ചെറുതായി മുറിച്ചതാ, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേകാൻ വെക്കുന്നു. ഉപ്പും മഞ്ഞപ്പൊടി അല്ലേ? ഇനി ഇത് ഞമ്മ താളിക്കുമ്പോഴാണ് അമ്മ മുളക് പൊടി നമ്മളെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലാണ് അമ്മ മുളക് പൊടി ചേർത്തോളൂ. ശരി അമ്മ, അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഇതാ അമ്മ ഒരു ഒറ്റ വിസിൽ മതി. ഓ ശരി. വേകട്ടെ, അപ്പോഴേക്ക് അമ്മ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി വെക്കട്ടെ. കൂർക്ക വെന്ത് അമ്മ അതാ താളിക്കാൻ പോണു. അപ്പൊ അമ്മ സിമ്പിളായിട്ടുള്ള കൂർക്കുപ്പേരിയാണ്, എല്ലാവരും വീട്ടിൽ വെക്കുന്നതായിരിക്കും. എന്നാലും നമുക്കിപ്പോ ഈ സീസണിൽ ആദ്യത്തെ കൂർക്കുപ്പേരിയാണ് അമ്മ ഇതാ വെക്കുക. എനിക്കെല്ലാം പറഞ്ഞ പിന്നെ ആദ്യത്തെ 120 രൂപയൊക്കെ കൂർക്കയ്ക്ക് വരെയുണ്ട് അത്ര. പക്ഷെ അമ്മ പുഴക്കുമ്പോഴൊക്കെ വരെ പോവും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കിട്ടിയതല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ആദ്യമായിട്ട് വെക്കുമ്പോ. പിന്നെ മക്കൾക്കൊക്കെ വെറുക്കും. പിന്നെ മക്കളൊക്കെ വർക്കിന് പോയി വന്നിട്ട് വെച്ചാൽ മതി. അമ്മ കൂർക്കുപ്പേരി ഞങ്ങൾ ഇല്ലാത്തപ്പോൾ വെക്കേണ്ട ആദ്യമായിട്ട് വെക്കുന്നു. അപ്പൊ അമ്മ കൂർക്ക് വേവിച്ച് വെച്ചു. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ വിസിലില് വേവിച്ചതാ വെന്തിരിക്കണ്ട്. നമ്മുടെ കിഴങ്ങല്ലേ. അപ്പൊ നമ്മള് പച്ചമുളകല്ല മുളക് പൊടി ഇട്ടിട്ടാണ് അമ്മ താളിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് എല്ലാവർക്കും അല്ലേ, പച്ചമുളക് ഇഷ്ടം തന്നെ, പക്ഷെ ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുകിട്ട് കൊടുത്തു. ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ചായച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്ക് ഇടയ്ക്ക് കൂർക്കയും കോഴിയോ അല്ലെങ്കിൽ ബീഫൊക്കെ വാങ്ങിട്ട് വെക്കാം അല്ലേ മാ? കൂർക്കയും കോഴിയും നമ്മള് അധികം ബീഫ് ഉപയോഗിച്ച് വാങ്ങില്ല. അപ്പൊ എന്നാലും നമ്മുടെ വീട്ടിലെല്ലാവർക്കും ചിക്കനാണ് ഇഷ്ടം. കൂർക്കയും ചിക്കനും വെക്കാം നമുക്ക് ഒരു ദിവസം. അതിന്റെ വീഡിയോ പണി സമയത്ത് തന്നെ വെക്കാം നമുക്ക്. അതന്നെ. ആവശ്യത്തിനുള്ള മുളക് പൊടി അമ്മ ഇട്ട് കൊടുക്കുന്നതാണ്. വാടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാടി അപ്പം അല്പം മുളക് പൊടി ഇട്ട് കൊടുത്തു. എരിവിന് മുളക് പൊടിയെല്ലാം ഉപയോഗിക്കാം നമ്മള്. ഇതാവുമ്പോ നമ്മൾ താളിക്കുമ്പോ തന്നെ ഇതിങ്ങനെ ഇടുന്നത് കൊണ്ട് കാണാൻ ഒരു ചന്തവും കൂടി ഉണ്ടാവും. കൂർക്ക കൊട്ടിക്കൊടുത്തു. ഒറ്റ മിനിറ്റിൽ വേവിച്ച് വെച്ചാണ്.
നമ്മൾ കഴുകി വാരി ഇടുമ്പോ അധികം വെള്ളം ഒഴിക്കാണ്ട് വേവിക്കണം. അപ്പൊ എന്താണ് കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസലില് നമുക്ക് വെന്ത് കിട്ടും. അപ്പൊ ആ വെള്ളം ഇതിൽ തന്നെ വറ്റിയാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഊറ്റി കളയാൻ പറ്റില്ല. അപ്പൊ അതാ എന്നാ വെന്തിട്ടില്ലാന്നില്ല, നല്ല വെന്തു പാകമായി. മുളക് വറുത്ത പുളിയുണ്ട്. മുളക് പുളിയുണ്ടാ? അപ്പൊ സൂപ്പർ ആയിരിക്കും. മുളക് പുളിയും കൂർക്കപ്പേരിയും കൂടെ ഒരു പിടി പിടിക്കാം, നല്ല രസമായിരിക്കും. കൂർക്കപ്പേരി പറഞ്ഞ എല്ലാവരും വെക്കും. അപ്പൊ റെഡിയായി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഈ അമ്മന്റെ ഉപ്പേരി ഉണ്ടാക്കി നോക്കുക. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ മുളക് വറുത്ത പുളി ഉണ്ട്, അതിന്റെ കൂടെ വേറെ സാധനം കൂടി ഉണ്ട്. അതിന്റെ കൂടെ അപ്പൊ പാടത്ത് കണ്ട പയറുമണിയും കൂടി ഉണ്ടാക്കിയ പയറുമണി മാത്രം ഇട്ട് ഉണ്ടാക്കിയ ഉപ്പേരിയുണ്ട്. ഇതിപ്പോ അമ്മ പാടത്തുനിന്ന് പറിച്ചിട്ട് വന്നാണ്. പിന്നെന്താ മുളക് വേവിച്ചത് നല്ലോണം മൊരിയണം, അതുകൊണ്ടാണ് ഇത്തിരി ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പൊ മുളക് വേവിച്ചത്. അപ്പൊ അത് പിന്നെ മുളക് കൊടുത്ത പുളി അവിടെ അതുകൊണ്ട് മുളക് കൊടുത്ത പുളി, അതിന്റെ കൂടെ മുളക് കൊടുത്ത പുളിയും ഉണ്ട്. അപ്പൊ അടിപൊളിയാണ് ഇന്നത്തെ. അപ്പൊ കൂർക്കപ്പേരി ഇതെല്ലാം കൂടി ഇന്നൊരു അടിപൊളിയായിരിക്കും. നോക്കാം. ശരി, അമ്മ ഓഫാക്കണം.